ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങളുടെ ചൂട് പാടാം. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളായ്മയിൽ നിന്നും ഈശോനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാൻ എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലെ തകർച്ചയിലേക്ക് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. രോഗപീഠയിൽ നിന്നൊരു വിടുതൽ നൽകണമേ. ആരാധന, ആരാധന. തെറ്റിദ്ധാരണകളിൽ നിന്നും വിടുതൽ നൽകണമേ. ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ. ആരാധന, ആരാധന. പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് ആരാധന, ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ നോക്കി ആരാധിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. യോനാ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ഇതാ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാർ സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് സ്തുതിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും അങ്ങേ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ തിന്മകളിൽ നിന്നും, ഞങ്ങളുടെ എല്ലാ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും, ആസക്തികളിൽ നിന്നും, ജഗത്തിൻ്റെതായ എല്ലാ ദുരാശകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ വലിയ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം, യേശുവേ, യേശുവേ. യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. 1 യോഹന്നാൻ 1:7 കർത്താവായ യേശുവിന്റെ തിരുരക്തം എല്ലാ പാപങ്ങളെയും വിശുദ്ധീകരിക്കുന്ന തിരുരക്തം കൊണ്ട് കഴുകണമേ. ലൂക്കാ 10:19 വചനം ഇപ്രകാരം പറയുന്നു, പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്ന യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ജോബ് 1:10 അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റി വേലികെട്ടി സുരക്ഷിതത്വം നൽകി. ദൈവമേ, ദൈവത്തിൻ്റെ ഒരു തിരുരക്തത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ ജോലി മേഖലയിലേക്ക് കർത്താവേ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യാചനാരവധി തുറന്നു പിടിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് കേട്ടു ചൊല്ലാം. കർത്താവായ ഈശോയേ, ദിവ്യകാരുണ്യ നാഥനായ ഈശോയേ,
ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളിലുള്ള ഞങ്ങളിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ, ബന്ധനങ്ങൾ, ആസക്തികൾ, ആസക്തികൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ വിചാരങ്ങൾ യേശുനാമത്തിന്റെ ശക്തിയാൽ യേശുനാമത്തിന്റെ അത്ഭുതകരമായൊരു വിടുതൽ ഞങ്ങൾക്കുണ്ടാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ദൈവമേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന ദിവസം നമ്മൾ ധ്യാന ചിന്തയായിട്ട് എടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയായിരുന്നു. ഫലങ്ങൾ ആത്മീയ ജീവിതത്തിൽ പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ വചനം ഭക്ഷിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഇവ മൂന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്, നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് രക്ഷ കിട്ടുന്നു. നമ്മൾ രക്ഷയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. തിരുവചനത്തിൽ ഈശോ തൻ്റെ കുരിശിൻ്റെ യാത്രയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അനേകം പേരെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കി. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യമാണ് നമ്മൾ കേട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ തൻ്റെ കുരിശിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ പിടിക്കുവാനായിട്ട് പട്ടാളക്കാർ വരുന്നുണ്ട്. പട്ടാളക്കാരോട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ നസ്രായനായ ഈശോയെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ രക്ഷപ്പെടുത്തുന്ന ഈശോ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് ഈശോയെ പിടിക്കാനായിട്ട് ഭടന്മാർ വരുമ്പോൾ വാളെടുത്ത് വീശുന്നു. ശിമയോൻ പത്രോസ് വാളെടുത്ത് വീശുമ്പോൾ മാൽക്കുസ് എന്നു പേരായ ഒരു ഭൃത്യൻ്റെ, ഒരു ഭടൻ്റെ ചെവി ഛേദിക്കപ്പെടുകയാണ്. അപ്പോൾ ഈശോ ആ ചെവി മുറിഞ്ഞുപോയ ആ ഭടൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയിട്ട് പത്രോസിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. വീണ്ടും കുരിശിൻ്റെ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വിചാരണ സമയത്ത് പീലാത്തോസ് ചോദിക്കുന്നു, ബറാബസിനെ വേണമോ അതോ നിങ്ങൾ രാജാവെന്ന് വിളിക്കുന്ന നസ്രായനായ യേശുവിനെ വേണമോ? എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ബറാബസിനെ മതി. ബറ എന്ന വാക്കിൻ്റെ അർത്ഥം പുത്രൻ എന്നാണ്. ഭാ എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവ് എന്നാണ്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, ആബാ പിതാവേ. ആബ എന്ന് വെച്ചാൽ പിതാവ് എന്നാണ് അർത്ഥം. ബറാബസ് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് ബറാബസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈശോയ്ക്ക് അറിയാമായിരുന്നു, തൻ്റെ കൂടെ വിചാരണയ്ക്ക് വിധിക്കപ്പെട്ട ബറാബസും ദൈവത്തിൻ്റെ മകനാണ്, അവനും ദൈവത്തിൻ്റെ ഒരു മകനാണെന്നുള്ള ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോ ഒന്നും മിണ്ടുന്നില്ല. വിചാരണ സമയത്ത് ജനങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ബറാബസിനെ മതി എന്ന് പറയുമ്പോൾ ഈശോ മൗനമായിരിക്കുന്നു. ബറാബസിനെ ഈശോ രക്ഷിക്കുന്നു. തുടർന്നും കുരിശിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ജെറുസലേം സ്ത്രീകൾ ഈശോയെ കണ്ടുകൊണ്ട് വിലപിക്കുന്നുണ്ട്. അപ്പോൾ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് രക്ഷിക്കുകയാണ് ഈശോ. എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ കരയുവനെന്ന് ഈശോ അവരോട് പറയുന്നുണ്ട്. വീണ്ടും കുരിശിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കുരിശെടുക്കാനായി വരുന്ന ശിമയോൻ, കീറോൻകാരനായ ആ ശിമയോൻ കുരിശെടുത്തുകൊണ്ട് അവൻ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു. അവനത് രക്ഷയുടെ മാർഗമാകുന്നു. ഈശോയെ സഹായിക്കുമ്പോൾ ആ കുരിശ്. വീണ്ടും കുരിശിൻ്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കുരിശിൻ്റെ വേദനയുടെ നടുവിലും ഈശോ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പിതാവേ എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്വസിക്കാൻ പോലും സാധിക്കാതെ, ഒരു തുള്ളി വെള്ളമിറക്കാൻ പോലും സാധിക്കാതെ കുരിശിൽ കിടക്കുമ്പോൾ നല്ല കള്ളനെ പറുദീസായിലേക്ക് രക്ഷിക്കുന്ന ഈശോ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഈശോയുടെ രക്ഷയുടെ യാത്ര അതോടെ തീരുന്നില്ല. കുരിശിൽ കിടക്കുമ്പോൾ പോലും പടയാളികളിൽ
ഒരുവൻ വന്ന് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തുകയാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ കുത്തുമ്പോൾ, കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ നിന്നും വെള്ളവും രക്തവും ഒഴുകുന്നു. അണപൊട്ടി ഒഴുകുന്ന ഈ വെള്ളവും രക്തവും ഒറ്റക്കണ്ണനായ ആ പടയാളിയുടെ കണ്ണിലേക്ക് വീഴുമ്പോൾ കാഴ്ചയില്ലാത്ത ആ വ്യക്തി സൗഖ്യമുള്ളവനാകുന്നു. സൗഖ്യത്തിൻ്റെ രക്ഷ കൊടുക്കുന്ന ഈശോ. തീരുന്നില്ല. ശതാധിപൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. അവനും കിട്ടി ഒരു ആത്മീയ വെളിച്ചം, രക്ഷയുടെ ആത്മീയ വെളിച്ചം. അവൻ മറ്റ് മതസ്ഥനായിട്ടും ഒരു വിജാതീയനായിട്ട് കൂടി രക്ഷ കൊടുക്കുന്ന ഈശോ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും ഉപമകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈശോ കൊടുക്കുന്നത് രക്ഷയാണ്. ഈശോ കൊടുക്കുന്നത് സൗഖ്യത്തിൻ്റെ രക്ഷ, വിടുതലിൻ്റെ രക്ഷ, അഭിഷേകത്തിൻ്റെ രക്ഷ കൊടുക്കുന്ന ഈശോയെയാണ് നമ്മൾ തിരുവചനത്തിലൂടെ കാണുന്നത്. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുമ്പോൾ വലിയൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരാധനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കും വേണം ഒരു രക്ഷ, നിത്യജീവനാകുന്ന രക്ഷ. എത്രയൊക്കെ തിരക്കുകളുണ്ടായിട്ടും ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കും വേണം നിത്യമായ ജീവനെന്ന രക്ഷ. നമുക്ക് വേണം. രക്ഷ വാഗ്ദാനം ചെയ്യുന്നത് ഏക സത്യദൈവ വിശ്വാസമായ യേശു ക്രിസ്തുവാണ്. യേശുവാണ് ഏക രക്ഷകൻ എന്ന ഒരു ബോധ്യം നമുക്ക് വേണം. പ്രിയമുള്ള മാതാപിതാക്കളെ, വത്തിക്കാൻ സ്ക്വയറിൽ വലിയൊരു ധന്യനായ ഒരു രക്തസാക്ഷിയെ വിശുദ്ധനാക്കുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചടങ്ങിൻ്റെ നടുവിൽ ഗയോണസീക്ക് എന്ന് പറയുന്ന ഒരു പടുവൃദ്ധൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, വിതുമ്പി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചുറ്റുമുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സഹോദര, താങ്കൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇതൊരു മനോഹരമായ ഒരു ധന്യനെ വിശുദ്ധനാക്കുന്ന ഒരു മനോഹരമായ ചടങ്ങിലാണല്ലോ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗയോണസീക്ക് എന്ന് പറയുന്ന വൃദ്ധൻ പറഞ്ഞു, അതിനൊരു കഥ പറയാനുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം 1941 ജൂലൈ 21 നടന്നപ്പോൾ അന്നത്തെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് നാസി തടങ്കൽ പാളയത്തിൽ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോയി. അതിന് പകരമായി 10 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 10ാമനായിരുന്നു ഈ ഗയോണസീക്ക് എന്ന് പറയുന്ന ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് ഭാര്യയും 8 മക്കളും ഉണ്ടായിരുന്നു. ഈ മക്കളെയും ഈ ഭാര്യയും ആര് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിലപിച്ച് കരഞ്ഞപ്പോൾ ഒരു വ്യക്തി എനിക്ക് പകരം മരിക്കാനായി തയ്യാറായി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് വൈദികനായ വില്യം മാക്സിമിലിയൻ കോൾബെ. ഫ്രീഡ്ഷിക് എന്ന് പറയുന്ന കമാൻഡറോട് പറയുകയാണ്, 10ാമത്തെ ആ വ്യക്തിക്ക് പകരം ഞാൻ മരിക്കാൻ തയ്യാറാണ്. അങ്ങനെ വില്യം മാക്സിമിലിയൻ കോൾബെ ഗയോണസീക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് പകരം വധശിക്ഷ സ്വയം വരിച്ചുകൊണ്ട് രക്ഷകനായി. അബ്രഹാം ലിങ്കൻ മരിച്ചു കിടക്കുകയാണ്. ആ സമയത്ത് ഒരു നീഗ്രോ സ്ത്രീ തൻ്റെ മകനോട് പറയുകയാണ്, ഈ മരിച്ചു കിടക്കുന്നത് നമ്മുടെ നേതാവാണ്, നമ്മുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷിച്ച ഈ രക്ഷകനാണ് മരിച്ചു കിടക്കുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എത്ര മാതാപിതാക്കൾ പറയുന്നുണ്ട്, മോനെ മോളെ, ഇത് നിന്റെ രക്ഷകനാണെന്ന്. എത്ര പേര് നമ്മുടെ കൊച്ചുമക്കളോട് പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യ പാപങ്ങൾ വഹിച്ച് കുരിശിൽ മരിച്ച ഈശോ നിന്റെ രക്ഷകനാണ്, നിന്റെ നേതാവാണെന്ന് എത്ര പേര് പറയുന്നുണ്ട്. നമ്മെ രക്ഷിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവാണ് ഇന്ന് ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ ആയിരിക്കുന്നത്. പ്രിയമുള്ള മക്കളെ, ഈ രക്ഷകൻ നൽകുന്നത് വിടുതലിൻ്റെ ആരാധനയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നമുക്കൊന്ന് പരിചിതനം നടത്താം. എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള തഴക്കദോഷങ്ങൾ, പലപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ, മറ്റുള്ള വ്യക്തിയോടുള്ള ചില തരത്തിലുള്ള അഹങ്കാര ചിന്തകൾ, മൂലപാപത്തിൻ്റെ മോഹം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, മോഹം, കൊതി, മൂലപാപങ്ങളിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും, ജഡിക പാപങ്ങളിൽ നിന്നും, തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും, 1-ാം പ്രമാണത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും കർത്താവെ എനിക്കൊരു വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഇരു കരങ്ങളും കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് യാചന രവതി തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ വിടുതലിൻ്റെ ആരാധന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കർത്താവേ എനിക്ക് വിടുതൽ വേണം. എൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, 1-ാം പ്രമാണത്തിൻ്റെ മന്ത്രവാദം, കൂടോത്രം,
മറ്റു തരത്തിലുള്ള ആഭിചാരങ്ങൾക്ക് ദൈവത്തെ മറന്ന്, രക്ഷകനായ ദൈവത്തെ മറന്ന് ഫലങ്ങൾ സ്വീകരിക്കാതെ തെറ്റായ ഫലങ്ങൾ തേടി പോയിട്ടുണ്ടെങ്കിൽ, തെറ്റായ നമ്മുടെ ചിന്തകൾക്ക് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് അതിൽ നിന്നൊരു വിടുതൽ വേണം, എന്നേക്കുമായുള്ളൊരു വിടുതൽ. തെറ്റായ സ്നേഹബന്ധങ്ങൾ, മൊബൈൽ അഡിക്ഷൻ, സ്വയംഭോഗം, തെറ്റായ ചിന്തകൾ വഴി പാപം ചെയ്യുന്ന അവസ്ഥ, മൊബൈലിൻ്റെ ദുരുപയോഗം, കർത്താവേ 6-ാം പ്രമാണത്തിൻ്റെ തെറ്റായ സ്നേഹബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, ഇവയിൽ നിന്നൊരു വിടുതൽ വേണം. കള്ളം പറയുന്ന ശീലം, കുറ്റം പറയുന്ന ശീലം, നാവിനെ ദുരുപയോഗിക്കുന്ന അവസ്ഥ ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. കർത്താവേ, ഈ തരത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അടിമത്തങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകട്ടെ. ലൂക്ക 10:19, ജോബ് 1:10, സക്രിയ 9:8, സക്രിയ 2:5. കർത്താവേ, മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഈ ആത്മീയ വചനത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ തിന്മയുടെ ബന്ധനങ്ങൾ യേശു നാമത്തിന്റെ ശക്തിയാൽ കർത്താവെ, പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് കർത്താവെ, അഭിഷേക വരങ്ങളാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് പറയാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വചനമിതാ യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, സർവശക്തന്റെ വചനമിതാ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. വിടുതൽ, വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ, വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കരങ്ങളുടെ ചൂട് നമുക്ക് പാടാം. ഓ കർത്താവേ, സക്രിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. യേശു വചനത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. യാക്കോബ് 1:15, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എൻ്റെ സ്പർശനം, എൻ്റെ തെറ്റായ ചിന്തകൾ, എൻ്റെ ഭാവന വഴി കർത്താവെ, ദുർമോഹം ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാപത്തിന് അത് കാരണമായിട്ടുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും യേശുനാമത്തിൽ ശക്തിയാൽ ബന്ധിച്ച് ശാസിച്ച് മോചിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. യേശുവേ, യേശുവേ. പാപബന്ധനം തകരട്ടെ, അഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. പാപബന്ധനം തകരട്ടെ, അഴക്ക ദോഷങ്ങൾ മാറിടട്ടെ. പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ. പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ, വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം തുറന്നിടട്ടെ. സ്വർഗം 16-ാം അധ്യായം 18-ാം വാക്യം, അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹങ്കാര ചിന്തകൾ, അലസത, ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസന്റെ മനസ്സ്. ശുചിയില്ലാത്ത ചാണകക്കൂടിലെ ചേറിന് തുല്യമാണത്. നമ്മളുടെ അലസത, മടി, അഹങ്കാര ചിന്തകൾ, കർത്താവേ, കള്ളം പറയുന്ന ശീലം, കോപ്പിടിക്കുന്ന ശീലം, കർത്താവേ, അസൂയ, അസൂയ നമ്മുടെ മനസ്സിനെ ജീർണിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മൂലഭാവത്തിൽ നിന്നും, തെറ്റായിട്ടുള്ള നമ്മുടെ ഈ അലസതയിൽ നിന്നും, അഹങ്കാര ചിന്തയിൽ നിന്നും യേശു നാമത്തിന്റെ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ, സങ്കീർത്തനം 34:7 അഭിഷേക ശക്തിയാൽ, മത്തായി 4:10 അഭിഷേക ശക്തിയാൽ, എഫെസോസ്
ആരെ പതിനേഴ് അഭിഷേക ശക്തിയാൽ വചനത്തിന്റെ കോട്ട കെട്ടി എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ യേശു നാമത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, മോചിക്കുന്നു. രണ്ട് കരങ്ങൾ ഉച്ചത്തിൽ വിളിക്കാം, യേശുവേ. അഭിഷേകം നിറയട്ടെ, ബന്ധനം തഴയട്ടെ. അഭിഷേകം നിറയട്ടെ, കരങ്ങളടിച്ചുകൊണ്ട് ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധന ശുശ്രൂഷയിലൂടെ രക്ഷ നൽകിയ ഈശോയെ, വിടുതലിൻ്റെ രക്ഷ നൽകിയ ഈശോയെ, സൗഖ്യത്തിൻ്റെ രക്ഷ നൽകിയ ഈശോയെ, ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മരുന്നോ ലേപനമോ ഔഷധവുമല്ല, കർത്താവിൻ്റെ വചനമാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നത്. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. നമുക്കായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകൾ കുത്തി ഈശോയുടെ വലിയ അനുഗ്രഹവും അഭിഷേകവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന